എൻ്റെ പേര് തെരേസ ജോൺ. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. എന്ന് വെച്ചാൽ വിദേശത്ത് നിന്ന് MBBS പഠിച്ച് നമ്മൾ ഇന്ത്യയിൽ ജോലി ചെയ്യണമെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെങ്കിലും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ FMG എക്സാമിനേഷൻ പാസ്സാവണം. അത് അത്യാവശ്യം ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അപ്പം ഈ കഴിഞ്ഞ 2024 ജനുവരിയിൽ എനിക്കൊരു അറ്റംപ്റ്റ് ഉണ്ടായി. അതിനെനിക്ക് 3 മാർക്കിന് എനിക്ക് ആ എക്സാം പാസ്സാവാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ എൻ്റെ മെറിറ്റിൽ മാത്രം വിശ്വസിച്ച് ഞാൻ പോയി എക്സാം എഴുതിയതാണ്. എന്നിട്ട് എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. ആ ഇടയ്ക്കാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നതും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നും വലിയ ആഗ്രഹമുണ്ടായി. അങ്ങനെ മെയ് 24 വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഇവിടുത്തെ പ്രാർത്ഥനകളും എല്ലാം കൃത്യമായി ചെയ്തു. അതുപോലെ തന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ജൂലൈ 6-ാം തീയതി എനിക്ക് അടുത്ത അറ്റംപ്റ്റ് കോഴിക്കോട് വെച്ചായിരുന്നു. അപ്പം ജൂലൈ 6-ാം തീയതി 2 എക്സാം ആയിട്ടാണ്. രാവിലെ ഒരു എക്സാം, ഉച്ച കഴിഞ്ഞ് അടുത്ത എക്സാം. അപ്പം രാവിലത്തെ എക്സാമിന് പോകുന്നതിന് മുന്നായിട്ട് തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കാശുരൂപം കൈ പിടിക്കുകയൊക്കെ ചെയ്താണ് ഞാൻ പോയത്. അപ്പോൾ രാവിലത്തെ എക്സാം എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായി തോന്നി. ഉച്ച കഴിഞ്ഞ് 2 മണി തൊട്ട് 4:30 വരെയാണ് എക്സാം. അപ്പം 2 മണിക്കത്തെ എക്സാം ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങി. എനിക്ക് ഒന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരുന്ന് കരഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്നെ പാസ്സാക്കി തരണം, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ക്വസ്റ്റ്യൻ വായിച്ച് പിന്നെ ആൻസർ കുത്തി അങ്ങ് വിട്ടു. അങ്ങനെ ജൂലൈ 6-ന് എക്സാം നടന്നു. ജൂലൈ 16-ന് റിസൾട്ട് വരുന്നു. നല്ല മാർക്കോടെ അമ്മ മാതാവ് എന്നെ പാസ്സാക്കി. നല്ല സ്കോറോടുകൂടി അമ്മ മാതാവ് എന്നെ പാസ്സാക്കി. 1 വർഷമായിട്ട് എൻ്റെ സഹോദരങ്ങൾക്ക്, എനിക്കൊരു ചേച്ചിയും അനിയത്തിയാണുള്ളത്, സഹോദരങ്ങൾക്ക് ജോലിക്ക് ഇച്ചിരി തടസ്സമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ജോലി നോക്കുന്നതിനിടയ്ക്ക് ജോലിയൊന്നും കിട്ടാതിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി, അവരുടെ കാര്യം കൂടി എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് മെയ് 24 ഉടമ്പടി എടുത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് ട്രെയിനിൽ നിന്ന് ചേച്ചി എന്നെ വിളിച്ചു പറയാണ് ഇൻ്റർവ്യൂ പാസ്സായി, ചേച്ചിക്ക് സെലക്ഷൻ കിട്ടിയെന്ന്. അത് കഴിഞ്ഞ് പിറ്റേ മാസം ജൂണിൽ തന്നെ എൻ്റെ കുഞ്ഞനുജതിക്കും ജോലി ലഭിക്കുകയുണ്ടായി. പിന്നെ അടുത്തതെന്ന് പറയുന്നത് വിശുദ്ധ തൈലം പൂശി, അതായത് എൻ്റെ നെയ്ബർ ഒരു കുട്ടി വീടിൻ്റെ അകത്ത് 3 വയസ്സുള്ള കുട്ടിയാണ്. കുട്ടി ഡോറ് ലോക്കായി പോയായിരുന്നു. അപ്പം ആശാരി വന്നിട്ട് പോലും ആ ഡോറ് തുറക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം അങ്ങനെ അത് കാരണം ഞാൻ അവിടെ ഉണ്ടായി. അപ്പം വിശുദ്ധ തൈലം എടുത്ത് ഞാൻ ആ ഡോറിൽ ഒരു തവണ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി തൽക്ഷണം ഡോറ് തുറന്നു. അങ്ങനെ കുട്ടിയെ രക്ഷിക്കാനും ഇടയായി. ഇതെല്ലാം അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. ഇനി എൻ്റെ കാരുണ്യ പ്രവർത്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രേക്ഷിത പ്രവർത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ എന്നെ അറിയില്ലാത്തവർക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വീടിൻ്റെ അടുത്തുള്ളൊരു അനാഥാലയത്തിൽ ഞങ്ങൾ വീക്കിലി ബുധനാഴ്ചകളിൽ അവിടെ പോയി അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ എല്ലാം അവർക്ക് വേണ്ട ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ഫലമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ ഏത് സമയത്താണെങ്കിലും കറക്റ്റ് ഈവനിങ് 3 മണിയാകുമ്പം എനിക്ക് വന്ന് ജപമാല ചൊല്ലാനും അതുപോലെ തന്നെ വചനം വായിക്കാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും കുമ്പസാരിക്കാനൊക്കെയുള്ള ഒരിഷ്ടം തോന്നിത്തുടങ്ങി. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഇന്ന് ഈ കൃപാസന അൾത്താരയിൽ പറയുന്ന നാം അനുഭവത്തിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സാക്ഷ്യ അനുഭവങ്ങളും നമുക്ക് അതാണ് പറഞ്ഞു തരുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ വചനം
ആദ്യമായിട്ട് ഈ വചനത്തിന് ആമേൻ പറഞ്ഞത് പരിശുദ്ധ കന്യകാമറിയമാണ്. തൻ്റെ ജീവിതത്തിലൂടെ അമ്മ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ആ ഒരു തിരുവചനം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് തന്നെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മ ഏറ്റുപറഞ്ഞത് ഇന്നും മനുഷ്യ വ്യക്തികൾക്ക്, അതായത് ഓരോ സാഹചര്യങ്ങളിലൊക്കെ അവരുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഫലപ്രദമാകുന്നത്. തെരേസ ജോൺ എന്ന ഈ മകള് മെഡിക്കൽ ഡോക്ടറാണ്. അപ്പോൾ വിദേശത്ത് MBBS പഠനം കഴിഞ്ഞ് ഇവിടെ നമ്മുടെ രാജ്യത്തെ പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള, ജോലിയുടെ ഭാഗമായിട്ടുള്ള FMGE എക്സാം അത് പാസ്സാകുന്നതിന് വേണ്ടിയിട്ട് തനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ്, അതായത് MBBS നല്ല റിസൾട്ടോടുകൂടി പാസ്സായ ഒരു കുട്ടിക്ക് തൻ്റെ മെറിറ്റിൽ പൂർണ്ണമായും വിശ്വാസമുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ എഴുതി. എന്നാൽ വളരെ കുറച്ച് മാർക്ക്, 3 മാർക്കിന് താൻ പരാജയപ്പെട്ടു. പിന്നീട് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നിബന്ധനകളൊക്കെ, ഇന്ന് യൂത്തൊക്കെ എത്രയോ തീഷ്ണതയോടെയാണ് അവരുടെ ഉടമ്പടി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവരൊരു കാര്യം, ഒരു തീരുമാനമെടുത്താൽ അത് തീരുമാനം തന്നെയാണ്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണെങ്കിലും അതൊക്കെ നമുക്ക് ഇന്നത്തെ ലോകത്തിൻ്റെ ഓരോ ഗതിവിഗതികളിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാകുന്ന കാര്യവുമാണ്. ഇവിടെ എത്രയോ മക്കൾ വന്ന് സാക്ഷ്യം പറയുന്നു, തങ്ങളുടെ ജീവിതമാകെ മാറി മറിഞ്ഞു. ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ പരീക്ഷ പാസ്സായി. തനിക്ക് എങ്ങനെയായിരുന്നു ആ എക്സാം വന്നിരുന്നത്, ഇത് താൻ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച കാര്യം, ഇതൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവെച്ചു. എല്ലാറ്റിലും ഉപരിയായിട്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതം, ഈശോയോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിച്ചു. ഞാൻ ചെയ്യാതിരുന്ന പല കാര്യങ്ങളും, അതായത് ഇതിനു മുൻപ് ഇതുപോലെ ആയിരുന്നില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും വീണ്ടും ഞാൻ ചെയ്യാൻ തുടങ്ങി. ദൈവത്തിന് 1-ാം സ്ഥാനം ഞാൻ കൊടുത്തു തുടങ്ങി. ഇത് ഇന്ന് തെരേസ ജോൺ ആണ് ഇവിടെ പറയുന്നതെങ്കിൽ എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഈ തിരുവൾത്താരയിൽ ഇങ്ങനെ പറയുന്നു. തീർച്ചയായും ഇതൊക്കെ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ, നാം കേൾക്കുമ്പോൾ, ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു യുവതലമുറ ഉണർന്നെഴുന്നേൽക്കുകയാണ്. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പോൾ ഇതിന്ന് അക്ഷരാർത്ഥത്തിൽ കൃപാസനത്തിലൂടെ അനുഭവിക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരികയാണ്. അതുപോലെ തൻ്റെ പ്രാർത്ഥന, താൻ എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും, എത്ര ജോലി തിരക്കാണെങ്കിലും 3 മണിക്ക് റോസറി ജപമാല പ്രാർത്ഥിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുന്നു. അതിനുള്ള സമയവും സാഹചര്യവുമൊക്കെ താൻ എടുക്കുന്നു. അതുപോലെ വൃദ്ധസദനങ്ങളിൽ പോയി ശുശ്രൂഷിക്കുക. ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാമാണ്, താനൊരു ഡോക്ടറാണ്, അതൊന്നും ഇന്ന് ഒരു മക്കൾക്കും, അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നാം എല്ലാം ദൈവ പൈതങ്ങൾ തന്നെയാണ്. നമ്മുടെ സ്റ്റാറ്റസോ ഇതൊന്നും ഉടമ്പടിക്ക് ഒരു പ്രതിബന്ധമാകരുത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാറ്റസ് ഡി പ്രൊമോഷൻ കൃപാസന പത്രം കൊടുക്കുമ്പോൾ നാം ഏത് സ്ഥിതിയിലുള്ളവരാണെങ്കിലും കൃപാസന പത്രം അത് ഇന്ന് എല്ലാവർക്കും എത്രയോ തീഷ്ണതയോടെ ദൈവസ്നേഹത്തോടെ ഓരോ മക്കളും കൊടുക്കുന്നു. അവരുടെ ജീവിതത്തിൽ അതിനൊക്കെ എത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു. അങ്ങനെ ഇന്ന് ദൈവത്തിന് വേണ്ടിയിട്ട് സമയവും ആരോഗ്യവും മാറ്റിവെക്കുമ്പോൾ ഇവിടെ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഓരോ മക്കൾക്കും കഴിയുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.